إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് നാം അതറിഞ്ഞിരിക്കേണ്ടതാണ്. ആ മനുഷ്യനെ കൃത്യമായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടി പിരിയേണ്ടതാകുന്നു. ശേഷം ആ മരണപ്പെട്ട വീട്ടുകാർക്ക് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ദുഃഖാചരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർ 4 ഭർത്താവ് മരിച്ച സ്ത്രീ 4 മാസവും 10 ദിവസവും ഇരിക്കേണ്ടതാണ്. അതല്ലാത്തവരുടെയൊക്കെ നിയമാവലി എന്ന് പറയുന്നത് 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ല. ആ 3 ദിവസത്തെ ദുഃഖാചരണത്തിന് ഇസ്ലാം ദീൻ പറയുന്ന ഒരു പേരാണ് തഅസിയത്ത്. ഈ തഅസിയത്തിന്റെ നാളിൽ എന്താണ് അയൽവാസികളുടെയും സുഹൃത്തുക്കളുടെയും മറ്റു ബന്ധുജനങ്ങളുടെയും കടമ? ആ മരണപ്പെട്ട വീട്ടുകാർ ദുഃഖത്തിലും വ്യസനത്തിലും കഴിയുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, അവരെ 3 ദിവസവും അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് അവരെ സമാശ്വസിപ്പിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം. ഇതിന്റെയൊക്കെ ആകത്തുക എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് തഅസിയത്ത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അനാചാരങ്ങളെ നാം വിസ്മരിച്ചുകൂടാ. ഈ 1-ാം ദിവസമോ 2-ാം ദിവസമോ ആ മരണപ്പെട്ട വീട്ടുകാരെ തിരിഞ്ഞു നോക്കാതെ 3-ാം ദിവസം ചില ആൾക്കാർ പെട്ടെന്ന് അതിരാവിലെ എഴുന്നള്ളിക്കൊണ്ട് ആ വീട്ടിൽ വന്നുകൊണ്ട് സുഭിക്ഷമായി ഭക്ഷിച്ച് ദുആ ചെയ്ത് മടങ്ങുന്ന ഒരു ഏർപ്പാട്, അത് പല പേരുകളിൽ അറിയപ്പെടുന്നു. അതൊക്കെ പുത്തനാചാരമാണ്, അത് ദീനിൽ കടത്തി കൂട്ടിയതാണ്. എങ്ങനെയുള്ള ഒരു ആചാരം? ഒരു 3-ാം ദിവസം ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിച്ചു പിരിയുന്ന ഒരു ഏർപ്പാട് ഇസ്ലാം ഒരിക്കലും അതിന് മാതൃക കാണിച്ചിട്ടില്ല. പണ്ഡിതന്മാരൊക്കെ ശക്തമായ നിലയിൽ ഇതിനെ എതിർത്തതാണ്. എന്നിട്ടും പൊതുജനങ്ങളത് കാര്യമാക്കാതെ ഇന്നും അത് കൊണ്ടു നടക്കുന്നു. ഇത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, ആ മരിച്ച മനുഷ്യനുമായി ബന്ധപ്പെട്ട് 40 ആചരിക്കുന്ന ഒരു അനുഷ്ഠാനം മുമ്പുണ്ടായിരുന്നു. ഇന്ന് അത് ക്രമേണ ആ ഡേറ്റിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എവിടുന്നാണ് ഈ 40 എന്ന് പറയുന്ന ആ നമ്പർ ലഭിച്ചത്? കൃത്യമായി നാം പരിശോധിച്ചു പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ശിയാ വിശ്വാസ ആചാര പ്രമാണമാണത്. എന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതായത് മുഹറം 10 മരണപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ 40 എന്ന് പറയുന്നത് സഫർ 20-നാണ്. എല്ലാ വർഷവും സഫർ 20-ന് അർബഈൻ എന്ന പേരിൽ ഒരു ആചാരം, ഒരു അനുഷ്ഠാനം എന്നും ഷിയാക്കൾ ആചരിച്ചു വരുന്നു. ഒരുപാട് അനാചാരങ്ങൾ കുത്തിനിറച്ചുകൊണ്ടാണ് അത് ആഘോഷിക്കുന്നത്. അതിൽ നിന്നും കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചില ജഹീലിയങ്ങൾ ഈ അർബഈൻ എന്ന് പറയുന്ന 40-ന്റെ ഒരു ദുആയിരപ്പിക്കൽ ചടങ്ങ് ഇവിടെ മുമ്പ് നടത്തി വന്നത്. അതിനെപ്പറ്റിയും വിമർശനം ഉയർന്നപ്പോൾ മെല്ലെ മെല്ലെ അതിന്റെ ഡേറ്റിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അത് ഒരു 7-ാം ദിവസമോ 10-ാം ദിവസമോ 14-നോ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് അതിന് ചില ദിക്ർ ഹൽക്കകളും ചില ദുആ സമ്മേളനങ്ങളും എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഒരു ഒത്തുകൂടലും ഒരു ഭക്ഷണം കഴിച്ചു പിരിയലും വേറൊരു അനാചാരമാണ്. ഇതും ഒരിക്കലും ദീനിൽ കൽപ്പിച്ച കാര്യങ്ങളല്ല. മയ്യത്തുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ ഏറ്റവും അർഹൻ അതിന്റെ സന്താനങ്ങളാണ്. അതുതന്നെ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് സ്വാലിഹായ സന്താനങ്ങൾ, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനങ്ങൾ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തമ്മാടിത്തത്തിലോ തോന്നിവാസത്തിലോ മുഴുകുന്നവനോ നമസ്കരിക്കാത്തവനോ അനുഷ്ഠിക്കാത്തവനോ അല്ല. കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ആ യഥാർത്ഥ ദീനിന്റെ അനുഷ്ഠാനങ്ങൾ
ഉൾക്കൊള്ളുന്ന സ്വാലിഹായ സന്താനം, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ ഒരു സന്താനം ഈ മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഇതിന്റെ അർത്ഥം ഈ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ പ്രാർത്ഥിച്ചാൽ അവിടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടലും ഒരു ഭക്ഷണം കഴിച്ചു വിരിയലും എന്നുള്ള ഒരു ആചാരം അത് ശിയാക്കളിൽ നിന്നും കടമെടുത്തതാണ്. അത് നാം വർജിക്കേണ്ടതാണ്. ഇത്രയുമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ. ഇത്തരം പുത്തനാചാരങ്ങളിൽ നിന്നും പരിപൂർണമായി നാം വിട്ടുനിൽക്കാത്തിടത്തോളം കാലം നാം മുബത്തദീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി നമുക്ക് സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറും. അതുകൊണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുന്ന മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിച്ചു നമ്മെ നേരായ പാതയിലേക്ക് അള്ളാഹു നയിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.